ഒരു കാലത്ത് രാജ്യ തലസ്ഥാനം അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസ് നിഷ്പ്രഭമായി നിൽക്കുന്ന ഡൽഹി നിരവധി ജനമുന്നേറ്റ പദ്ധതികളുമായി ജനങ്ങൾക്കിടയിൽ സജീവമായി ഇപ്പോൾ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ ആദ്യ തട്ടകം ഡൽഹി അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിയും കേജ്രിവാളും. പക്ഷേ നിലവിലുള്ള ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ചില അഴിമതി ആരോപണങ്ങൾ, കേജ്രിവാളിനെതിരെയുള്ള ഇത്തരത്തിലുള്ള അഴിമതികളുടെ പുറത്തു നിന്നുകൊണ്ട് ഏത് തരത്തിലായിരിക്കും ഇത്തവണ ആം ആദ്മി പാർട്ടി ഡൽഹി പിടിക്കുവാനുള്ള തന്ത്രങ്ങളും കരുക്കളും നീക്കുക എന്നുള്ളതിന് പ്രാധാന്യമേറെയുണ്ട്. രാജ്യത്തെ സംസ്ഥാനങ്ങൾ ഓരോന്നും പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന BJP ഡൽഹിയെ എത്തരത്തിൽ പിടിച്ചെടുക്കുവാൻ പോകുന്നു? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിച്ചു വന്ന BJPയെ സംബന്ധിച്ച ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കും എന്നുള്ളതെല്ലാം ഇനി ദിവസങ്ങൾക്കുള്ളിൽ അറിയുവാൻ സാധിക്കും. ഫെബ്രുവരി 5-ാം തീയതി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്നു. M5 ന്യൂസിൽ തത്സമയം അതിൻ്റെ വിശദ വിവരങ്ങളുണ്ടാകും. എന്തായാലും അതിന് തൊട്ടു മുമ്പായി ഡൽഹിയിൽ നടക്കുവാൻ പോകുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒപ്പീനിയൻ പോൾ സർവേ ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലമാണത്. ഡൽഹിയിലാകെയുള്ളത് 70 നിയമസഭാ മണ്ഡലങ്ങളാണ്. 9 ജില്ലകളിലായി നടക്കുന്ന 70 നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ BJP നേടും, എത്ര സീറ്റുകൾ കോൺഗ്രസ് നേടും, എത്ര സീറ്റുകൾ ആം ആദ്മി പാർട്ടി നേടും എന്നുള്ളത് ഉദ്വേഗജനത്തോടുകൂടി അറിയുവാൻ കാത്തിരിക്കുകയാണ് ജനങ്ങൾ. എന്തായാലും അതിന് തൊട്ടു മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഈ താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലത്തിലെ ഒപ്പീനിയൻ പോൾ എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം. ഏറ്റവും ആദ്യം ഈസ്റ്റ് ദില്ലിയാണ്, അതായത് കിഴക്കൻ ദില്ലിയിൽ ആകെയുള്ളത് 8 നിയമസഭാ മണ്ഡലങ്ങൾ. കിഴക്കൻ ദില്ലി എന്ന ജില്ലയിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 BJP, 6 ആം ആദ്മി പാർട്ടി. അതായത് ഈസ്റ്റ് ദില്ലിയിൽ എവിടെയും കോൺഗ്രസിന് കാര്യമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കില്ല എന്നാണ് ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നത്. മറ്റൊന്ന് സെൻട്രൽ ദില്ലിയാണ്. സെൻട്രൽ ദില്ലിയിലേക്ക് വരുമ്പോൾ സെൻട്രൽ ദില്ലിയിൽ ആകെയുള്ളത് 7 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 3 BJP, 4 ആം ആദ്മി പാർട്ടി. നേരിയ മുന്നേറ്റം ആം ആദ്മി പാർട്ടി ഉണ്ടാക്കുന്നു എങ്കിലും അവിടെ ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് പറയാൻ സാധിക്കും. അവിടെ ഈസ്റ്റ് ദില്ലിയിൽ വലിയ മുന്നേറ്റമാണ് ആം ആദ്മി പാർട്ടി ഉണ്ടാക്കുവാൻ പോകുന്നത്. 6 ആം ആദ്മി പാർട്ടിയും 2 BJPയുമാണ്. ഇവിടെ സെൻട്രൽ ദില്ലിയിലേക്ക് വരുമ്പോൾ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 BJPയും 4 ആം ആദ്മി പാർട്ടിയും. 40% സീറ്റുകൾ നേടുന്ന ആം ആദ്മി പാർട്ടിയും 30% സീറ്റുകൾ നേടുന്ന BJPയും ആകുമ്പോൾ അവിടെ ഒരു സീറ്റ് പോലും നേടാനും സാധിക്കാതെ പോവുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്. ഇനി ന്യൂഡൽഹിയിലേക്ക് വരുമ്പോൾ ന്യൂഡൽഹിയിലും ഇതുപോലെ തന്നെ 7 നിയമസഭാ മണ്ഡലങ്ങളാണ്. അവിടെ കോൺഗ്രസിന് ആദ്യമായി സീറ്റ് ലഭിക്കുമെന്ന് സർവേ ഫലം പറയുന്നു. 1 കോൺഗ്രസ് വിജയിക്കും, 2 BJP, 4 ആം ആദ്മി പാർട്ടി. അവിടെയും ബഹുദൂരം മുന്നേറ്റം കൈവരിച്ച് മുന്നോട്ട് പോകുന്നത് ആം ആദ്മി പാർട്ടി ആയിരിക്കുമെന്നാണ് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നത്. അതായത് ആകെയുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 BJP വിജയിക്കുമ്പോൾ 1 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിക്കുന്നു, 4 ആം ആദ്മി പാർട്ടി വിജയിക്കുന്നു. ഇനി നോർത്ത് ദില്ലിയിലേക്ക് വരുമ്പോൾ, വടക്കൻ ദില്ലിയിലേക്ക് വരുമ്പോൾ അവിടെ ആകെയുള്ളത് 8 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 2 BJP, 6 ആം ആദ്മി പാർട്ടി എന്ന രീതിയിലാണ് അവിടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സീറ്റുകൾ നേടാൻ സാധിക്കില്ല. ഇതുവരെ നമ്മൾ ഈസ്റ്റ് ദില്ലി, സെൻട്രൽ ദില്ലി, ന്യൂ ദില്ലി, നോർത്ത് ദില്ലി അടക്കമുള്ള ഇടങ്ങളിൽ സംസാരിക്കുമ്പോൾ അവിടെ ആകെ ഇന്റർനാഷണൽ കോൺഗ്രസിന് സീറ്റ് നേടാൻ സാധിക്കുന്നത് ന്യൂദില്ലിയിൽ മാത്രമാണ്. ന്യൂദില്ലിയിൽ ഇപ്പോഴും കോൺഗ്രസിൻ്റെ ചില ശക്തി കേന്ദ്രങ്ങളുണ്ട്. അവിടെ നിന്ന് ഒരു സീറ്റ് ന്യൂദില്ലിയിൽ നേടുവാൻ സാധിക്കുമെന്ന് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നു. ഈസ്റ്റ് ദില്ലിയിലും സെൻട്രൽ ദില്ലിയിലും നോർത്ത് ദില്ലിയിലും എവിടെയും കോൺഗ്രസിന് സീറ്റുകൾ നേടാൻ സാധിക്കുന്നില്ല. ഇവിടെ നോർത്ത് ദില്ലിയിലും അതുപോലെ തന്നെ ഈസ്റ്റ് ദില്ലിയിലും ബഹുദൂരം മുൻപിലാണ് ആം ആദ്മി പാർട്ടി. മറ്റ് 2 ഇടങ്ങളിൽ, അതായത് സെൻട്രൽ ദില്ലിയിലും അതുപോലെ തന്നെ ന്യൂദില്ലിയിലും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിൽ നടത്തുന്നത്. ഇഷാൻഗോഡ് എന്ന് പറയുന്ന ജില്ലയിൽ ആകെയുള്ള 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 BJP, 1 കോൺഗ്രസ്, 5 ആം ആദ്മി പാർട്ടി. അവിടെയും ആം ആദ്മി പാർട്ടി ബഹുദൂരം മുൻപിലാണ്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അവിടെ ഒരു സീറ്റ് നേടാൻ സാധിക്കുന്നുണ്ട്. BJP അവിടെ 2 സീറ്റുകൾ മാത്രം, 1 സീറ്റിൻ്റെ വ്യത്യാസം മാത്രമാണ് BJPയും കോൺഗ്രസും തമ്മിൽ ഇഷാൻഗോഡിലുള്ളത്. അവിടെ 5 ആം ആദ്മി പാർട്ടി മുന്നേറ്റം ഉണ്ടാക്കുന്നു. സൗത്ത് വെസ്റ്റ് ദില്ലിയിലേക്ക് വരുമ്പോൾ സൗത്ത് വെസ്റ്റ് ദില്ലിയിലും ആകെയുള്ളത് 8 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 2 BJP, 2 കോൺഗ്രസ്, 4 ആം ആദ്മി പാർട്ടി. കോൺഗ്രസിനേക്കാളും BJPയെക്കാളും ഇരട്ടി ഇടങ്ങളിൽ, അതായത് 2-2-4 എന്ന രീതിയിലാണ് അവിടെ സൗത്ത് വെസ്റ്റ് ദില്ലിയിലെ സ്ഥിതിവിശേഷം. 8 ഇടങ്ങളിൽ 2 BJP, 2 കോൺഗ്രസ്, 4 ആം ആദ്മി പാർട്ടി. ഇനി നോർത്ത് വെസ്റ്റ് ദില്ലിയിലേക്ക് വരുമ്പോൾ നോർത്ത് വെസ്റ്റ് ദില്ലിയിൽ ആകെയുള്ളത് 8 നിയമസഭാ മണ്ഡലങ്ങൾ.
അവിടെ ഒരിടത്ത് BJP, രണ്ടിടത്ത് കോൺഗ്രസ്, 5 ഇടത്ത് ആം ആദ്മി പാർട്ടി. അവിടെ കോൺഗ്രസ് ഒരു വലിയ മുന്നേറ്റം BJPയേക്കാൾ ഉണ്ടാക്കുന്നുണ്ട്. നോർത്ത് വെസ്റ്റ് ദില്ലിയിൽ മാത്രമാണ് BJPയെ കടത്തിവെട്ടിക്കൊണ്ട് കോൺഗ്രസിനൊരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരിടം. അവിടെ 2 ഇടത്ത് കോൺഗ്രസ് സീറ്റ് ഉറപ്പിക്കുമ്പോൾ ഒരിടത്ത് BJP സീറ്റ് നേടും, 5 ഇടത്ത് ആം ആദ്മി പാർട്ടി. അവിടെയും ആം ആദ്മി പാർട്ടി ബഹുദൂരം മുൻപിലാണ്. സൗത്ത് ദില്ലിയിലേക്ക് വരുമ്പോൾ സൗത്ത് ദില്ലിയിൽ ആകെയുള്ള 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 ഇടത്ത് BJPയും 6 ഇടത്ത് ആം ആദ്മി പാർട്ടിയും. അവിടെയും കോൺഗ്രസിന് സീറ്റുകൾ നേടാൻ സാധിക്കുന്നില്ല. തെക്കൻ ദില്ലിയിൽ കോൺഗ്രസിന് സീറ്റുകൾ നേടാൻ സാധിക്കുന്നില്ല. ആകെയുള്ള 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 ഇടത്ത് BJP, 6 ഇടത്ത് ആം ആദ്മി പാർട്ടി. അവിടെയും ഇരട്ടി വിജയമാണ് ആം ആദ്മി പാർട്ടി ഉണ്ടാക്കുന്നത് എന്ന് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നു. വെസ്റ്റ് ദില്ലിയിലേക്ക് വരുമ്പോൾ, ഏറ്റവും അവസാനത്തെ ഇടമായ വെസ്റ്റ് ദില്ലിയിലേക്ക് വരുമ്പോൾ അവിടെ ആകെയുള്ള 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 ഇടത്ത് BJP, 1 ഇടത്ത് കോൺഗ്രസ്, 5 ഇടത്ത് ആം ആദ്മി പാർട്ടി. ഇവിടെ വെസ്റ്റ് ദില്ലിയിലും നോർത്ത് വെസ്റ്റ് ദില്ലിയിലും അതുപോലെ തന്നെ ഇഷാൻ കോഡിലും ഒക്കെ 5 സീറ്റുകൾ ആണ് ആം ആദ്മി പാർട്ടി നേടുന്നത്. അവിടെ ഏകദേശം ഒരുപോലെയാണ് സീറ്റുകളുടെ നിലവാരം. ചിലയിടത്ത് BJP 2 ഇടത്താം, കോൺഗ്രസ് 1 ഇടത്ത്. പക്ഷേ എല്ലായിടത്തും ആം ആദ്മി പാർട്ടി 5 സീറ്റുകൾ നേടുമെന്ന താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നുണ്ട്. അതായത് ആകെയുള്ള 70 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ആകെ ലഭിക്കുക 7 സീറ്റുകളാണ്. 45 ഇടത്ത് ആം ആദ്മി പാർട്ടി വിജയിക്കും, 18 ഇടത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വിജയിക്കും എന്ന സർവേ ഫലം പറയുന്നു.